സ്റ്റേഡിയം മുഴുവൻ നിശബ്ദമായിരുന്നു. ചുവന്ന ജേഴ്സി അണിഞ്ഞ ആ മനുഷ്യൻ പതുക്കെ ടണലിലേക്ക് നടന്നു. ക്യാമറകൾ അദ്ദേഹത്തെ പിന്തുടരുകയായിരുന്നു. ഗാലറിയിലിരുന്ന ആയിരക്കണക്കിന് പോർച്ചുഗൽ ആരാധകർ എഴുന്നേറ്റ് നിന്നു. ചിലർ കൈയടിച്ചു, ചിലർ കണ്ണീരൊപ്പി. കാരണം അവർ മനസ്സിലാക്കിയിരുന്നു, ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ അധ്യായങ്ങളിലൊന്ന് അവസാനത്തിലേക്ക് അടുക്കുകയാണെന്ന്. ഒരു കളിക്കാരൻ വിരമിക്കുമ്പോൾ സാധാരണയായി ഒരു സ്ഥാനം മാത്രമാണ് ഒഴിഞ്ഞുപോകുന്നത്. പക്ഷെ ചില മനുഷ്യർ പടിയിറങ്ങുമ്പോൾ ഒരു രാജ്യത്തിന്റെ ആത്മവിശ്വാസം തന്നെയാണ് നഷ്ടമാകുന്നത്. പോർച്ചുഗലിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ന് ലോകം ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം അതാണ്: ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാത്ത പോർച്ചുഗൽ എങ്ങനെയായിരിക്കും? ആ ചോദ്യം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് റൊണാൾഡോ എന്ന മനുഷ്യനെയല്ല, അദ്ദേഹം പോർച്ചുഗലിന് എന്തായിരുന്നു എന്നതാണ്. ഇന്ന് ലോക ഫുട്ബോളിൽ പോർച്ചുഗൽ എന്ന പേര് കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരു രാജ്യത്തിന്റെ ഭൂപടമല്ല, ഒരു മുഖമാണ്. വിജയത്തിനായി ആർത്തു വിളിക്കുന്ന ഒരു ക്യാപ്റ്റൻ, ഗോൾ നേടിയ ശേഷം ആകാശത്തേക്ക് നോക്കി കൈകൾ വിരിക്കുന്ന ഒരു യോദ്ധാവ്, അവസാന വിസിൽ മുഴങ്ങുന്നതുവരെ തോൽവി സമ്മതിക്കാത്ത ഒരു മനുഷ്യൻ. 20 വർഷത്തിലേറെക്കാലം പോർച്ചുഗൽ എന്ന രാജ്യത്തിന്റെ ഫുട്ബോൾ തിരിച്ചറിവായി മാറിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പേരാണ്. പക്ഷേ ഈ കഥയുടെ തുടക്കം ഒരു നിറഞ്ഞ സ്റ്റേഡിയത്തിലായിരുന്നില്ല, ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബ്ബുകളിലുമായിരുന്നില്ല. അത് ആരംഭിച്ചത് അറ്റ്ലാന്റിക് സമുദ്രത്തിനിടയിലെ ഒരു ചെറിയ ദ്വീപിലായിരുന്നു, മദൈറ. ലോകത്തിന്റെ ഭൂപടത്തിൽ പോലും പലർക്കും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു ചെറിയ സ്ഥലത്ത് അസാധാരണമായ ഒരു സ്വപ്നം വളരുകയായിരുന്നു. ഒരു ദിവസം ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരമാകുമെന്ന സ്വപ്നം. കുടുംബത്തിന് വലിയ സാമ്പത്തിക സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വില കൂടിയ പരിശീലന സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ മറ്റാരിലും കാണാത്ത ഒരു വിശപ്പുണ്ടായിരുന്നു. ഓരോ ദിവസവും ഇന്നലത്തേക്കാൾ മികച്ച കളിക്കാരനാകണം എന്ന അടങ്ങാത്ത ആഗ്രഹം. പിന്നീട് ലോകം റൊണാൾഡോയുടെ മെന്റാലിറ്റി എന്ന് വിളിച്ച ആ മനോഭാവം ജന്മന അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തെ വിട്ട് ലിസ്ബണിലേക്ക് പോകേണ്ടി വന്നപ്പോൾ അതൊരു കുട്ടിക്ക് സഹിക്കാൻ പ്രയാസമുള്ള പരീക്ഷണമായിരുന്നു. പരിചിതമായ മുഖങ്ങളൊന്നുമില്ല, അമ്മയുടെ സാന്നിധ്യമില്ല, സുഹൃത്തുക്കളില്ല. ഉണ്ടായിരുന്നത് ഒരു പന്തും ഒരു സ്വപ്നവും മാത്രം. പല കുട്ടികളും ആ സാഹചര്യത്തിൽ തളർന്നുപോകുമായിരുന്നു. പക്ഷേ റൊണാൾഡോ ഓരോ ഏകാന്ത രാത്രിയെയും തന്റെ ഭാവിക്കായുള്ള നിക്ഷേപമായി കണ്ടു. സ്പോർട്ടിംഗ് ലിസ്ബണിലെ പരിശീലകർ വളരെ വേഗം ഒരു കാര്യം തിരിച്ചറിഞ്ഞു: ഈ കുട്ടിയുടെ ഏറ്റവും വലിയ കഴിവ് ഡ്രിബ്ലിങ്ങോ വേഗമോ മാത്രമല്ല, തോൽക്കാൻ തയ്യാറാകാത്ത മനസ്സാണ്. പരിശീലനം അവസാനിച്ചിട്ടും അദ്ദേഹം മൈതാനം വിടാറില്ലായിരുന്നു. മറ്റുള്ളവർ വിശ്രമിക്കുമ്പോൾ റൊണാൾഡോ വീണ്ടും പന്തുമായി ഓടിക്കൊണ്ടിരിക്കും. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, പ്രതിഭ നിങ്ങളെ വാതിൽ വരെ എത്തിക്കും, പക്ഷേ ആ വാതിൽ തുറക്കുന്നത് കഠിനാധ്വാനമാണ്. അധികം വൈകാതെ ആ വാതിൽ തുറന്നു. 2003 വെറും 18 വയസ്സുള്ള ഒരു യുവാവിന് പോർച്ചുഗൽ ദേശീയ ടീമിൽ നിന്ന് വിളിയെത്തി. അന്ന് ടീമിൽ ലൂയിസ് ഫിഗോ പോലുള്ള ഇതിഹാസങ്ങളുണ്ടായിരുന്നു, അനുഭവസമ്പന്നരായ താരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഡ്രസ്സിംഗ് റൂമിന്റെ ഒരു കോണിലിരുന്ന ആ മെലിഞ്ഞ യുവാവിനെ ആരും അധികം ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ വർഷങ്ങൾക്കു ശേഷം അതേ ഡ്രസ്സിംഗ് റൂം മുഴുവൻ അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുന്ന ദിവസങ്ങൾ വരുമെന്ന് അന്ന് ആരും കരുതിയിരുന്നില്ല. 2004 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് പോർച്ചുഗലിന് ഒരു സ്വപ്നമായിരുന്നു. സ്വന്തം നാട്ടിൽ നടക്കുന്ന ടൂർണമെന്റ്, സ്വന്തം ആരാധകർ, സ്വന്തം മണ്ണ്. ആ സ്വപ്നയാത്രയുടെ ഭാഗമായിരുന്നു യുവ റൊണാൾഡോയും. ഓരോ മത്സരവും കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വളർന്നു. ലോകം ഒരു പുതിയ താരത്തിന്റെ ജനനം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഫുട്ബോൾ ചിലപ്പോൾ ഏറ്റവും മനോഹരമായ കഥകൾക്കും വേദനാജനകമായ അവസാനങ്ങൾ എഴുതും. ഫൈനലിൽ ഗ്രീസിനോട് പരാജയപ്പെട്ടപ്പോൾ റൊണാൾഡോയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകി. ട്രോഫി കൈവിട്ടതിന്റെ വേദന മാത്രമായിരുന്നില്ല അത്, സ്വന്തം ജനങ്ങളുടെ മുന്നിൽ സ്വപ്നം പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു യുവാവിന്റെ നിശബ്ദമായ നിലവിളിയായിരുന്നു അത്. ആ ദിവസം ക്യാമറകൾ ഒരു തോറ്റ കളിക്കാരനെ മാത്രമാണ് പകർത്തിയത്. പക്ഷേ ചരിത്രം മറ്റൊന്നാണ് കണ്ടത്. ആ കണ്ണീരിനുള്ളിൽ ഒരു പ്രതിജ്ഞ ഒളിഞ്ഞിരുന്നു: ഞാൻ വീണ്ടും വരും, ഈ രാജ്യത്തിന് ഒരു കിരീടം നേടിക്കൊടുക്കാതെ ഞാൻ നിർത്തില്ല. ആ പ്രതിജ്ഞ പിന്നീട് പോർച്ചുഗലിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. എന്നാൽ ആ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. റെക്കോർഡുകൾ വരാനുണ്ടായിരുന്നു, മഹത്തായ വിജയങ്ങൾ വരാനുണ്ടായിരുന്നു, അതിനേക്കാൾ കൂടുതൽ വിമർശനങ്ങളും കാത്തിരുന്നു. ലോകം അദ്ദേഹത്തെ ഒരു ഇതിഹാസമാക്കി ഉയർത്തുന്നതിനു മുമ്പ് അദ്ദേഹത്തെ പലവട്ടം തകർക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഒരു കാര്യം അവർ മറന്നു: ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരിക്കലും വീഴാത്ത മനുഷ്യനായിരുന്നില്ല. ഓരോ വീഴ്ചയ്ക്കും ശേഷം വീണ്ടും എഴുന്നേൽക്കുന്ന മനുഷ്യനായിരുന്നു. 2004 യൂറോ കപ്പിലെ കണ്ണീരിന് ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു കാര്യം മനസ്സിലാക്കി: സ്വന്തം കരിയറിൽ എത്ര ക്ലബ് കിരീടങ്ങൾ നേടിയാലും പോർച്ചുഗലിനു വേണ്ടി ഒരു വലിയ ട്രോഫി നേടാതെ തന്റെ യാത്ര പൂർണ്ണമാകില്ല.
ആ ദിവസം മുതൽ ദേശീയ ടീമിന്റെ ജേഴ്സി അദ്ദേഹത്തിന് ഒരു യൂണിഫോം മാത്രമായിരുന്നില്ല, അത് ഒരു ഉത്തരവാദിത്വമായി മാറി. അടുത്ത കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ലോക ഫുട്ബോൾ അതിവേഗം മാറി. എന്നാൽ പോർച്ചുഗലിന്റെ ഒരു കാര്യം മാത്രം മാറിയില്ല. നിർണായക നിമിഷങ്ങളിൽ പന്തെത്തേണ്ടത് റൊണാൾഡോയുടെ കാലുകളിലേക്കായിരുന്നു. എതിരാളികൾക്കും അതറിയാമായിരുന്നു, സഹതാരങ്ങൾക്കും അതറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ ഓരോ മത്സരവും ആരംഭിക്കുന്നതിനു മുമ്പേ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു. 2006 ലോകകപ്പിൽ പോർച്ചുഗൽ സെമിഫൈനൽ വരെ മുന്നേറി. അത് ഒരു ടൂർണമെന്റിലെ മുന്നേറ്റം മാത്രമായിരുന്നില്ല, ലോകത്തോട് പോർച്ചുഗൽ പറഞ്ഞ ഒരു പ്രഖ്യാപനമായിരുന്നു. ഞങ്ങൾ ഇനി വെറും പങ്കാളികളല്ല, കിരീടത്തിനായി പോരാടാൻ വന്നവരാണ്. ആ പ്രഖ്യാപനത്തിന്റെ കേന്ദ്രത്തിൽ നിന്നത് റൊണാൾഡോയായിരുന്നു. വർഷങ്ങൾ കടന്നുപോകുന്നതിനനുസരിച്ച് റൊണാൾഡോയും മാറി. വേഗത കൊണ്ട് എതിരാളികളെ മറികടന്നിരുന്ന ഒരു യുവ വിങ്ങറിൽ നിന്ന് നിർണായക നിമിഷങ്ങളിൽ മത്സരം ജയിപ്പിക്കുന്ന ഒരു നേതാവായി അദ്ദേഹം വളർന്നു. ഗോൾ നേടുക എന്നത് അദ്ദേഹത്തിന്റെ കഴിവായിരുന്നു, പക്ഷേ ടീമിനെ വിശ്വസിപ്പിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പോർച്ചുഗൽ പിന്നിലായാലും റൊണാൾഡോ മൈതാനത്തുണ്ടെങ്കിൽ അവരുടെ ആരാധകർ ഒരിക്കലും പ്രതീക്ഷ കൈവിടാറില്ല. കാരണം അവർ ഗോളുകളെ മാത്രമല്ല വിശ്വസിച്ചത്, അവസാന നിമിഷം വരെ പോരാടുന്ന അദ്ദേഹത്തിന്റെ മനോഭാവത്തെയാണ് അവർ വിശ്വസിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ക്യാപ്റ്റനേക്കാൾ വലുതായി മാറിയത്. അദ്ദേഹം ഒരു വിശ്വാസത്തിന്റെ പ്രതീകമായി. അന്താരാഷ്ട്ര ഫുട്ബോളിൽ അദ്ദേഹം ഓരോ റെക്കോർഡും സ്വന്തമാക്കാൻ തുടങ്ങി. രാജ്യത്തിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ, ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ, നിർണായക നിമിഷങ്ങളിലെ വിജയ ഗോളുകൾ, ഓരോ റെക്കോർഡും പോർച്ചുഗലിന്റെ ചരിത്രം മാറ്റിക്കൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു അപൂർണ സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: രാജ്യത്തിന് ഒരു വലിയ അന്താരാഷ്ട്ര കിരീടം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഏറ്റവും അടുത്തെത്തിയത് 2016 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ. എതിരാളികൾ ആതിഥേയരായ ഫ്രാൻസ്, ലക്ഷക്കണക്കിന് ആരാധകർ ശ്വാസം പിടിച്ചിരുന്ന രാത്രി. പക്ഷേ വിധി വീണ്ടും റൊണാൾഡോയെ പരീക്ഷിച്ചു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ പരിക്ക്. മൈതാനം വിടേണ്ടി വന്ന നിമിഷം അദ്ദേഹത്തിന്റെ മുഖത്ത് തെളിഞ്ഞ വേദന ഒരു കളിക്കാരന്റെ നിരാശയല്ലായിരുന്നു. വർഷങ്ങളായി കാത്തിരുന്ന സ്വപ്നം കൈവിട്ടുപോകുമോ എന്ന ഭയമായിരുന്നു. പക്ഷേ അന്ന് ലോകം അപൂർവമായൊരു കാഴ്ച കണ്ടു. പരിക്കേറ്റ് പുറത്തുപോയ ഒരു ക്യാപ്റ്റൻ ബെഞ്ചിൽ ശാന്തമായി ഇരുന്നില്ല. ടച്ച് ലൈനിലൂടെ ഓടി, ഓരോ താരത്തെയും പ്രോത്സാഹിപ്പിച്ചു, ഓരോ നിമിഷവും ടീമിനൊപ്പം ജീവിച്ചു. പരിശീലകന്റെ അരികിൽ നിന്ന് നിർദ്ദേശങ്ങൾ നൽകി. ആ രാത്രിയിൽ അദ്ദേഹം ഗോളടിച്ചില്ല, പക്ഷേ ഒരു നേതാവ് എങ്ങനെയിരിക്കണം എന്ന് ലോകത്തെ പഠിപ്പിച്ചു. അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ പോർച്ചുഗൽ യൂറോപ്യൻ ചാമ്പ്യന്മാരായിരുന്നു. റൊണാൾഡോ ട്രോഫി ഉയർത്തിയ ആ നിമിഷം 12 വർഷം മുമ്പ് ഗ്രീസിനോട് തോറ്റുകരഞ്ഞിരുന്ന ആ യുവാവിന്റെ കണ്ണീർക്ക് മറുപടി ലഭിക്കുകയായിരുന്നു. അന്ന് അദ്ദേഹം ഒരു കിരീടം മാത്രമല്ല ഉയർത്തിയത്, പോർച്ചുഗൽ ഫുട്ബോളിന്റെ ആത്മവിശ്വാസത്തെയാണ് ഉയർത്തിയത്. പിന്നീട് യുവേഫ നേഷൻസ് ലീഗും പോർച്ചുഗൽ സ്വന്തമാക്കി. ചിലർ ആ ടൂർണമെന്റിന്റെ പ്രാധാന്യം കുറച്ചു കാണിച്ചെങ്കിലും റൊണാൾഡോയ്ക്ക് അത് മറ്റൊരു സന്ദേശം നൽകാനുള്ള അവസരമായിരുന്നു. ഏത് ജേഴ്സി അണിഞ്ഞാലും വിജയിക്കണമെന്ന അദ്ദേഹത്തിന്റെ വിശപ്പ് ഒരിക്കലും കുറഞ്ഞിട്ടില്ലെന്ന് വീണ്ടും തെളിയിച്ചു. എന്നാൽ വിജയങ്ങൾ കൂടുന്നതിനനുസരിച്ച് വിമർശനങ്ങളും ശക്തമായി. ചിലർ പറഞ്ഞു പോർച്ചുഗൽ റൊണാൾഡോയെ അമിതമായി ആശ്രയിക്കുന്നുവെന്ന്. ചിലർ പറഞ്ഞു അദ്ദേഹത്തിനായി ടീം അവരുടെ സ്വാഭാവിക ശൈലി മാറ്റുന്നുവെന്ന്. മറ്റു ചിലർ പ്രായം കൂടുന്നതോടെ പുതിയ തലമുറയ്ക്ക് വഴിമാറിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഓരോ തവണയും ഒരു വലിയ മത്സരം വന്നപ്പോൾ അതേ വിമർശകർ പോലും ഒരു കാര്യം പ്രതീക്ഷിച്ചു: റൊണാൾഡോ എന്തെങ്കിലും ചെയ്യും. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ ഭാരവും. അദ്ദേഹം സാധാരണ താരമല്ലായിരുന്നു. അതുകൊണ്ടുതന്നെ സാധാരണ നിലവാരത്തിലുള്ള പ്രകടനം പോലും അദ്ദേഹത്തിന് മതിയാകുമായിരുന്നില്ല. ലോകം ഓരോ മത്സരത്തിലും ഒരു അത്ഭുതം പ്രതീക്ഷിച്ചു. വർഷങ്ങളോളം ആ പ്രതീക്ഷയുടെ ഭാരം ചുമന്നുകൊണ്ടാണ് അദ്ദേഹം കളിച്ചത്. എന്നാൽ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടം ഇനിയും അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു. ഒരു ടൂർണമെന്റ്, ഒരു സ്വപ്നം, ഒരു കിരീടം, ലോകകപ്പ്. അവിടെയാണ് റൊണാൾഡോയുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങളും ഏറ്റവും ആഴത്തിലുള്ള മുറിവുകളും എഴുതപ്പെട്ടത്. ഫുട്ബോൾ ചരിത്രത്തിൽ ചില കളിക്കാരെ അവരുടെ ട്രോഫികൾ കൊണ്ടല്ല ലോകം ഓർക്കുന്നത്, അവർ പിന്തുടർന്ന സ്വപ്നങ്ങൾ കൊണ്ടാണ്. ക്ലബ് ഫുട്ബോളിൽ നേടാൻ ബാക്കിയൊന്നുമില്ലായിരുന്നു, വ്യക്തിഗത റെക്കോർഡുകൾക്ക് അതിരുകളില്ലായിരുന്നു. പക്ഷേ ദേശീയ ടീമിന്റെ ജേഴ്സി അണിയുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരേയൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ലോക ചാമ്പ്യനാകുക. ഓരോ 4 വർഷം കൂടുമ്പോഴും ലോകം പുതിയ പ്രതീക്ഷയോടെ റൊണാൾഡോയെ നോക്കി. എന്നാൽ ഓരോ ലോകകപ്പും അദ്ദേഹത്തെ കൂടുതൽ ശക്തനാക്കുകയും അതേസമയം കൂടുതൽ വേദനിപ്പിക്കുകയും ചെയ്തു. കാരണം ലോകകപ്പ് ഒരു താരത്തിന്റെ മാത്രം ടൂർണമെന്റ് അല്ല, ഒരു രാജ്യത്തിന്റെ സ്വപ്നം, ഒരു പരിശീലകന്റെ തീരുമാനങ്ങൾ, ഒരു ടീമിന്റെ ഐക്യം. ചിലപ്പോൾ ഒരു നിമിഷത്തിന്റെ ഭാഗ്യം പോലും അവിടെ ചരിത്രം മാറ്റിമറിക്കും. 2010 ലോകകപ്പിൽ പോർച്ചുഗലിന്റെ യാത്ര അധികം നീണ്ടില്ല. സ്പെയിനെതിരായ പ്രീ ക്വാർട്ടർ ഫൈനലിൽ അവർ പുറത്തായി. മത്സരശേഷം മാധ്യമങ്ങൾ റൊണാൾഡോയെയാണ് ആദ്യം വളഞ്ഞത്. തോൽവി ഒരു ടീമിന്റേതായിരുന്നെങ്കിലും
ചോദ്യങ്ങൾ മുഴുവൻ ഒരു മനുഷ്യനോടായിരുന്നു. വലിയ മത്സരങ്ങളിൽ റൊണാൾഡോ എവിടെയാണ്? ആ ചോദ്യം അദ്ദേഹത്തെ വർഷങ്ങളോളം പിന്തുടർന്നു. 2014 ലോകകപ്പിലും കഥ മാറിയില്ല. പരിക്കിന്റെ ബുദ്ധിമുട്ടുകൾക്കിടയിലായിരുന്നു അദ്ദേഹം ടൂർണമെന്റിൽ കളിച്ചത്. ശരീരം പൂർണ്ണ ആരോഗ്യമില്ലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷെ ദേശീയ ടീമിനായി കളിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് മനസ്സില്ലായിരുന്നു. രാജ്യത്തിന്റെ ജേഴ്സി അണിയാനുള്ള ആഗ്രഹം സ്വന്തം ശരീരത്തിന്റെ മുന്നറിയിപ്പുകളേക്കാൾ വലുതായിരുന്നു. എന്നാൽ വിമർശകർക്ക് അതൊന്നും പ്രധാനമായിരുന്നില്ല. ടൂർണമെന്റ് അവസാനിച്ചപ്പോൾ അവർ വീണ്ടും ഒരേ കാര്യം പറഞ്ഞു: റൊണാൾഡോ ലോകകപ്പിൽ നിരാശപ്പെടുത്തി. പക്ഷെ കണക്കുകൾ പറയാത്ത ഒരു സത്യമുണ്ടായിരുന്നു. അദ്ദേഹം ഓരോ ലോകകപ്പിലും കളിച്ചത് പലപ്പോഴും തനിക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളോട് പോരാടിക്കൊണ്ടായിരുന്നു. ഒരു കളിക്കാരന് ഒറ്റയ്ക്ക് ലോകകപ്പ് നേടിക്കൊടുക്കാൻ കഴിയില്ല എന്ന സത്യം പലരും മറന്നുപോയി. പിന്നീടെത്തിയത് 2018, ഒരുപക്ഷെ റൊണാൾഡോയുടെ ലോകകപ്പ് കരിയറിലെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന രാത്രി. ആദ്യ മത്സരം, എതിരാളികൾ സ്പെയിൻ, ലോക ചാമ്പ്യന്മാരാകാൻ സാധ്യത കൽപ്പിക്കപ്പെട്ട ഒരു ടീം. എന്നാൽ ആ രാത്രിയിൽ സ്റ്റേഡിയം മുഴുവൻ ഒരു മനുഷ്യന്റെ പ്രകടനത്തിന് സാക്ഷിയായി. ഹാട്രിക്, അതിൽ അവസാന നിമിഷത്തെ ഫ്രീ കിക്ക് ഇന്നും ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലൊന്നായി ഓർമ്മിക്കപ്പെടുന്നു. ആ രാത്രിക്ക് ശേഷം ലോകം വീണ്ടും പറഞ്ഞു: ഇതാവാം റൊണാൾഡോയുടെ ലോകകപ്പ്. പക്ഷേ ലോകകപ്പ് ഒരൊറ്റ മത്സരത്തിന്റെ കഥയല്ല. അത് 7 മത്സരങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു യാത്രയാണ്. പോർച്ചുഗലിന് ആ യാത്ര പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഉറുഗ്വേയോട് പരാജയപ്പെട്ട് അവർ വീണ്ടും മടങ്ങി. വീണ്ടും ഒരു സ്വപ്നം പൂർത്തിയാകാതെ. അതിനുശേഷം ലോകം മാറി. റൊണാൾഡോയുടെ പ്രായവും കൂടിത്തുടങ്ങി. എന്നാൽ അദ്ദേഹത്തിന്റെ സ്വപ്നം മാത്രം മാറിയില്ല. ഒരിക്കൽ കൂടി ലോകകപ്പ് നേടാൻ ശ്രമിക്കണം. ആ ചിന്തയോടെയാണ് അദ്ദേഹം അടുത്ത ടൂർണമെന്റിലേക്ക് എത്തിയത്. പക്ഷേ വിധി അദ്ദേഹത്തിനായി ഏറ്റവും കഠിനമായ അധ്യായമാണ് മാറ്റിവെച്ചിരുന്നത്. 2022 ലോകകപ്പിന് മുമ്പേ അദ്ദേഹത്തിന്റെ ക്ലബ് കരിയർ വലിയ വിവാദങ്ങളിലൂടെ കടന്നുപോയിരുന്നു. മാധ്യമങ്ങളിൽ ഓരോ ദിവസവും പുതിയ ചർച്ചകൾ, പരിശീലകരെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ക്ലബ്ബുമായുള്ള പ്രശ്നങ്ങൾ. ഫുട്ബോൾ ലോകം മുഴുവൻ റൊണാൾഡോയെക്കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം ആഗ്രഹിച്ചത് ഒരേയൊരു കാര്യമായിരുന്നു: അവസാനമായി ഒരു ലോകകപ്പ് കൂടി കളിക്കുക. നോക്കൌട്ട് ഘട്ടത്തിൽ അദ്ദേഹത്തെ ആദ്യ 11-ൽ നിന്ന് പുറത്തിരുത്തിയ തീരുമാനം ലോകത്തെ ഞെട്ടിച്ചു. വർഷങ്ങളോളം പോർച്ചുഗലിന്റെ മുഖമായിരുന്ന മനുഷ്യൻ ബെഞ്ചിലിരിക്കുകയായിരുന്നു. ചിലർ ആ തീരുമാനത്തെ പിന്തുണച്ചു, ചിലർ ശക്തമായി എതിർത്തു. പക്ഷേ ആരും നിഷേധിക്കാനാകാത്ത ഒരു സത്യമുണ്ടായിരുന്നു. ആ ദിവസം പോർച്ചുഗലിന്റെ ഡ്രസ്സിംഗ് റൂമിൽ ഒരു യുഗം അവസാനിക്കാൻ ഒരുങ്ങുകയായിരുന്നു. മൊറോക്കോയോട് തോറ്റ് പോർച്ചുഗൽ പുറത്തായപ്പോൾ റൊണാൾഡോ ആരോടുമൊന്നും പറഞ്ഞില്ല. അദ്ദേഹം പതുക്കെ ടണലിലേക്ക് നടന്നു, കണ്ണുകളിൽ കണ്ണീർ മാത്രം. ആ നിമിഷം ലോകം കണ്ടത് ഒരു തോറ്റ കളിക്കാരനെയല്ല, 20 വർഷത്തിലേറെ സ്വന്തം രാജ്യത്തിനായി എല്ലാം നൽകിയ ഒരാളുടെ തകർന്ന സ്വപ്നമായിരുന്നു. ഒരു ലോകകപ്പ് കിരീടം അത്രമാത്രം ദൂരെയായിരുന്നു. പക്ഷേ ആ കണ്ണീരിന് പിന്നാലെ ഒരു അന്യായമായ വിമർശനവും ഉയർന്നു. റൊണാൾഡോ പോർച്ചുഗലിനെ പിന്നോട്ട് വലിച്ചു. അദ്ദേഹം നേരത്തെ വിരമിക്കേണ്ടിയിരുന്നു. ടീം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി കുടുങ്ങിപ്പോയി. ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിലും ടെലിവിഷൻ ചർച്ചകളിലും നിറഞ്ഞു. എന്നാൽ അതേ ആളുകൾ ഒരു കാര്യം മറന്നു: 20 വർഷം പോർച്ചുഗൽ ഓരോ വലിയ ടൂർണമെന്റിലും കിരീട സാധ്യതയുള്ള ടീമായി കണക്കാക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? അതിന്റെ വലിയൊരു കാരണം റൊണാൾഡോ തന്നെയായിരുന്നു. ചില ഇതിഹാസങ്ങളുടെ മൂല്യം അവർ മൈതാനത്തുള്ളപ്പോൾ പൂർണ്ണമായി മനസ്സിലാകില്ല. അവർ ഇല്ലാതാകാൻ തുടങ്ങുമ്പോഴാണ് അവരുടെ യഥാർത്ഥ വില അറിയുക. റൊണാൾഡോയുടെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇനി പോർച്ചുഗലിന് മുന്നിലുള്ള ചോദ്യം ഒരു ലോകകപ്പ് എങ്ങനെ ജയിക്കാമെന്നതല്ല, റൊണാൾഡോ ഇല്ലാതെ പോർച്ചുഗൽ സ്വന്തം തിരിച്ചറിവ് എങ്ങനെ നിലനിർത്തും എന്നതാണ് ആ ചോദ്യം. ഈ കഥയുടെ ഏറ്റവും വൈകാരികമായ അവസാന അധ്യായത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. ഒരു ദിവസം ഈ നിമിഷം വരുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ആ ദിവസം യഥാർത്ഥത്തിലെത്തുമ്പോൾ അത് അംഗീകരിക്കാൻ പോർച്ചുഗൽ ആരാധകർക്ക് എളുപ്പമാകില്ല. കാരണം ദേശീയ ടീമിൽ നിന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ വിരമിക്കുന്നത് ഒരു കളിക്കാരന്റെ വിടവാങ്ങൽ മാത്രമല്ല, 20 വർഷത്തോളം ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷയായി ജീവിച്ച മനുഷ്യന്റെ യാത്ര അവസാനിക്കുന്ന നിമിഷമാണ് അത്. ഒരിക്കൽ പോർച്ചുഗലിന്റെ ഡ്രസ്സിംഗ് റൂമിൽ ഒരു കാര്യം ഉറപ്പായിരുന്നു: എത്ര ശക്തരായ എതിരാളികളായാലും എത്ര വലിയ സമ്മർദ്ദമായാലും റൊണാൾഡോ മൈതാനത്തുണ്ടെങ്കിൽ അവസാന വിസിൽ മുഴങ്ങും വരെ പ്രതീക്ഷ കൈവിടേണ്ടതില്ല. ആ വിശ്വാസം ഒരു തന്ത്രത്തിലൂടെയോ ഒരു പരിശീലകനിലൂടെയോ ഉണ്ടായതല്ല. വർഷങ്ങളോളം തന്റെ പ്രകടനങ്ങളിലൂടെ അദ്ദേഹം നേടിയെടുത്ത വിശ്വാസമായിരുന്നു അത്. ഇന്ന് പോർച്ചുഗലിന് മികച്ച യുവതാരങ്ങളുണ്ട്: ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ, റഫേൽ ലിയാവോ, വിറ്റീന്യ, നുനോ മെൻഡസ്, ജോവോ നെവസ്. കഴിവിന്റെ കാര്യത്തിൽ ഈ തലമുറ വളരെ സമ്പന്നമാണ്. പന്ത് കൈവശം വയ്ക്കാനും ആക്രമിക്കാനും അവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ ടീമിന് കഴിയും. പക്ഷെ ഒരു കാര്യം മാത്രം പരിശീലന ഗ്രൗണ്ടിൽ പഠിപ്പിക്കാൻ കഴിയില്ല:
സമ്മർദ്ദം ഏറ്റവും ഉയർന്ന നിമിഷങ്ങളിൽ മുഴുവൻ രാജ്യത്തിന്റെ പ്രതീക്ഷ ചുമലിലേറ്റി മുന്നിൽ നിന്ന് നയിക്കാനുള്ള ധൈര്യം. റൊണാൾഡോയുടെ ഏറ്റവും വലിയ പാരമ്പര്യം അദ്ദേഹത്തിന്റെ ഗോളുകളല്ല, അദ്ദേഹം പോർച്ചുഗൽ ടീമിന് നൽകിയ മനോഭാവമാണ്. തോൽക്കാൻ പോകുന്ന മത്സരത്തിലും ജയിക്കാമെന്ന് വിശ്വസിക്കാനുള്ള മനസ്സ്. 90 മിനിറ്റ് കഴിഞ്ഞാലും മത്സരം അവസാനിച്ചിട്ടില്ലെന്ന് കരുതുന്ന പോരാട്ടവീര്യം. ലോകത്തിലെ ഏത് വലിയ ടീമിനെയും ഭയക്കാതെ നേരിടാനുള്ള ആത്മവിശ്വാസം. ഒരിക്കൽ പോർച്ചുഗലിനില്ലാതിരുന്ന ഈ സംസ്കാരം റൊണാൾഡോയുടെ കാലഘട്ടത്തിൽ അവരുടെ തിരിച്ചറിവായി മാറി. അതുകൊണ്ടുതന്നെ റൊണാൾഡോ വിരമിച്ചതിനു ശേഷം പോർച്ചുഗലിന് നഷ്ടമാകുന്നത് ഒരു ഗോൾ സ്കോററെ മാത്രമല്ല, ഡ്രസ്സിംഗ് റൂമിൽ നിശബ്ദമായിരുന്നാലും എല്ലാവർക്കും ആത്മവിശ്വാസം നൽകുന്ന ഒരു സാന്നിധ്യത്തെയാണ് അവർ നഷ്ടപ്പെടുക. വലിയ മത്സരങ്ങൾക്ക് മുമ്പ് ദേശീയഗാനം ആലപിക്കുമ്പോൾ സഹതാരങ്ങളെ പ്രചോദിപ്പിച്ചിരുന്ന ആ ശബ്ദത്തെയാണ് അവർ നഷ്ടപ്പെടുക. ലോകത്തിലെ ഏറ്റവും വലിയ വേദികളിൽ നമുക്കും ജയിക്കാം എന്ന് ആദ്യം വിശ്വസിച്ച ക്യാപ്റ്റനെയാണ് അവർ നഷ്ടപ്പെടുക. അതുകൊണ്ടാണ് ചില ഇതിഹാസങ്ങളുടെ വിടവാങ്ങൽ കഴിഞ്ഞാണ് അവരുടെ യഥാർത്ഥ വില മനസ്സിലാകുന്നത്. ഒരുപക്ഷേ അടുത്ത കുറച്ച് വർഷങ്ങളിൽ പോർച്ചുഗൽ മികച്ച പ്രകടനങ്ങൾ നടത്തും, പുതിയ താരങ്ങൾ റെക്കോർഡുകൾ സൃഷ്ടിക്കും, പുതിയ ക്യാപ്റ്റൻ ഉയർന്നുവരും. പക്ഷേ ഓരോ നിർണായക മത്സരത്തിലും, ഓരോ അവസാന നിമിഷ ഫ്രീക്കിക്കിലും, ഓരോ പെനാൽറ്റിക്ക് മുമ്പ് ഒരു ചോദ്യം സ്വാഭാവികമായി ഉയരും: ഇവിടെ റൊണാൾഡോ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അതേസമയം റൊണാൾഡോയുടെ കരിയറിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലോകകപ്പ് നേടാൻ കഴിയാതിരുന്നതിനെ മാത്രം എടുത്തുകാണിക്കുന്നത് നീതിയല്ല. കാരണം ഒരു കളിക്കാരന്റെ മഹത്വം ഒരു ട്രോഫി കൊണ്ട് മാത്രം അളക്കാൻ കഴിയില്ല. അല്ലായിരുന്നെങ്കിൽ ഫുട്ബോൾ ചരിത്രത്തിലെ പല ഇതിഹാസങ്ങൾക്കും നാം അർഹിക്കുന്ന ബഹുമാനം നൽകുമായിരുന്നില്ല. റൊണാൾഡോ പോർച്ചുഗലിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനം ഒരു ട്രോഫിയല്ല, ലോകത്തിലെ ഏത് വേദിയിലും തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു ദേശീയ ടീമിന്റെ മനോഭാവമാണ്. ഒരിക്കൽ യൂറോപ്പിലെ ഒരു ചെറിയ ഫുട്ബോൾ രാജ്യമായിരുന്നു പോർച്ചുഗൽ. ഇന്ന് ലോകകപ്പായാലും യൂറോ ചാമ്പ്യൻഷിപ്പായാലും കിരീടത്തിനായി പോരാടാൻ കഴിവുള്ള ടീമുകളുടെ പട്ടികയിൽ പോർച്ചുഗലിന്റെ പേരുണ്ട്. ഈ മാറ്റത്തിന് പിന്നിൽ നിരവധി മികച്ച പരിശീലകരും മികച്ച താരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ലോകകപ്പ് ട്രോഫി ഉയർത്താൻ കഴിഞ്ഞില്ല, പക്ഷേ അദ്ദേഹം ഉയർത്തിയത് അതിനേക്കാൾ വലിയ ഒന്നാണ്: ഒരു രാജ്യത്തിന്റെ ആത്മവിശ്വാസം, ഒരു തലമുറയുടെ സ്വപ്നങ്ങൾ, കഠിനാധ്വാനത്തിലൂടെ അസാധ്യവും സാധ്യമാക്കാമെന്ന വിശ്വാസം. അതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് കുട്ടികൾ ഇന്നും അദ്ദേഹത്തെ ഒരു ഫുട്ബോൾ താരമായി മാത്രമല്ല പ്രചോദനമായി കാണുന്നത്. ഒരു ദിവസം ദേശീയ ടീമിന്റെ അവസാന മത്സരവും അവസാനിക്കും. സ്റ്റേഡിയം മുഴുവൻ എഴുന്നേറ്റുന്ന് കൈയടിക്കും. സഹതാരങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കും. ലോകമെമ്പാടുമുള്ള ആരാധകർ ആ നിമിഷം കണ്ണീരോടെ കാണും. കാരണം അവർ യാത്രയാക്കുന്നത് ഒരു മനുഷ്യനെയല്ല, സ്വന്തം ജീവിതത്തിന്റെ 20 വർഷം അവരുടെ ഓർമ്മകളുടെ ഭാഗമായിരുന്ന ഒരു യുഗത്തെയാണ്. പക്ഷേ ചില കഥകൾ അവസാന വിസിലിൽ അവസാനിക്കില്ല, ചില പേരുകൾ വിരമിക്കില്ല, ചില ഇതിഹാസങ്ങൾ ചരിത്രപുസ്തകങ്ങളിൽ മാത്രം ജീവിക്കുകയുമില്ല. അവർ ഓരോ പുതിയ തലമുറയുടെയും സ്വപ്നങ്ങളിൽ വീണ്ടും ജനിക്കും. പോർച്ചുഗൽ വീണ്ടും ലോകകപ്പ് നേടുന്ന ദിവസം വന്നാലും ആ ആഘോഷത്തിനിടയിൽ ഒരു പേര് തീർച്ചയായും ഓർമ്മിക്കപ്പെടും. കാരണം ആ രാജ്യത്തെ ലോകം വിശ്വസിക്കാൻ പഠിപ്പിച്ച മനുഷ്യൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു. ഒരു യുഗത്തിന്റെ അവസാന വിസിൽ മുഴങ്ങിയിരിക്കാം, പക്ഷെ പോർച്ചുഗൽ എന്ന രാജ്യത്തിന്റെ ഹൃദയമിടിപ്പിൽ ആ പേര് ഒരിക്കലും അവസാനിക്കില്ല.